ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു സ്നാക്കാണ്. അതിന് വേണ്ടി ആവശ്യമുള്ളത് 2 മുട്ട പൊടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മുട്ട എടുക്കാം. പിന്നെ കുറച്ച് ബ്രെഡ്, പിന്നെ ബ്രെഡ് പൊടിച്ചത്. ഇനി നമുക്കിത് ഒന്ന് നോക്കാം, ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മുട്ടയിലേക്ക് ഏലക്കായാണ് കേട്ടോ. ഏലക്കായ നമുക്ക് ഇതാക്കിയിട്ട് കൊടുക്കാം. ഇതുപോലെ ഒരു ഇതിൽ നമുക്കിട്ടിട്ട് തൊലിയും നിന്നോട്ടോ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഏലക്കായ് കഴുകിയിട്ട് കേട്ടോ ഇടുന്നത്. അപ്പോൾ നമ്മളിതാ ഇതാക്കിയിട്ടുണ്ട്. ഏലക്കായ് പൊട്ടിക്കാം. നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം നല്ലതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പഞ്ചസാരൊക്കെ നല്ലോണം അലിഞ്ഞ് വരണം. പിന്നെ നമ്മൾ ബ്രെഡ് നമുക്കിതാ ഇതൊന്ന് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ബ്രെഡ് എങ്ങനെയാണ് ഞാൻ മുറിക്കുന്നത് നോക്കാം, കാണിച്ചു കേട്ടോ. അപ്പം ഇങ്ങനെ ഇങ്ങനെ ഒന്ന് നടുമുറിച്ചാണ്. നടുമുറിച്ച് ഇങ്ങനെയാണ് വെക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്, മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് ഈ മുട്ടയിൽ ഒന്ന് മുട്ടിട്ട് ഈ ഒരു ബ്രെഡിൽ നമുക്ക് വരട്ടെടുക്കാം കേട്ടോ. ഇന്ന് നമുക്ക് ഗ്യാസിൽ വെച്ചാക്കാം. അപ്പം നമ്മൾ ആദ്യം തന്നെ ഗ്യാസ് കത്തിക്കാണ്. അതാ ഗ്യാസ് കത്തിച്ചടിച്ചിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ഒഴിച്ചെടുക്കുന്നത് നമ്മൾ ഓയിലാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത്. അതിന് ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം. പിന്നെ നമ്മളിങ്ങനെ ബ്രെഡ് ഇങ്ങനെ ബൈറ്റ് ചെയ്ത് വെക്കണം. നമുക്ക് ഓയിൽ വരാം. ഓയിൽ ഒഴിച്ചെടുക്കാം കേട്ടോ. ആവശ്യത്തിന് മതി കേട്ടോ. നിങ്ങൾക്ക് എത്രയാണ് എടുക്കുന്നത് അത്ര വെച്ചു. നന്നായിട്ട് ചെറുങ്ങനെ മുങ്ങി പൊരിയുന്നത് പ്ലേറ്റിൽ നമുക്ക് ഇതാക്കാം. പ്ലേറ്റിൽ നന്നാക്കിയെടുക്കണം. ഞങ്ങളിതാ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ബ്രെഡ് നമ്മളിതാ മുട്ടയിലിങ്ങനെ ഇതാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരെ ഈ ഒരു ബ്രെഡ് പൊടിച്ചതിലേക്കാണ് എടുക്കുന്നത്. ബ്രെഡ് പൊടിച്ചതിലേക്ക് ഇട്ട് കൊടുക്കും. ഇത് പാന് ചൂടായതിനു ശേഷം നമുക്ക് എണ്ണ ഇങ്ങനെ പൊട്ടുന്നുണ്ട് കേട്ടോ. അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂടായ ശേഷം നമുക്ക് അങ്ങനെ തന്നെ നമ്മൾ എല്ലാത്തിലും ഒന്ന് ചെയ്തെടുത്താലോ. എല്ലാം നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് ഉണ്ണിയൊക്കെ ഒന്നിങ്ങനെ ഇതായി വരണം കേട്ടോ. എല്ലാം പിടിക്കണേ ഇതിൽ. ഇനി നമുക്കിതാ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് അതിലേക്ക് മെല്ലെ നമ്മൾ വെച്ചോട്ടോ കേട്ടോ. അതേപോലെ ഇവിടെ വേറെ ഒന്നുകൂടെ നമ്മൾ ആക്കുന്നത് മുട്ട ആക്കുമ്പോൾ നമ്മൾ കീറി പോകുന്ന ശ്രദ്ധിക്കണം കേട്ടോ. മുട്ട കൂടുതലാക്കിയാൽ അങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ മുട്ട കൂടുതലാക്കിയതിൻ്റെ കുഴപ്പമാണ് കേട്ടോ. നമുക്ക് നല്ലോണം ഒന്ന് പൊരിഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് നല്ലോണം ഒന്ന് ഇതാക്കിയെടുക്കാം. നല്ലോണം ഒന്നായി വരട്ടെ കേട്ടോ. മെൽറ്റ് അല്ല ഒന്ന് നല്ലോണം വെന്ത് വരണം കേട്ടോ. നമുക്കൊന്ന് എന്നിട്ട് നമുക്കത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിന് മധുരമില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും. ജസ്റ്റ് ഒന്നൊരു ബ്രൗൺ കളറായി വരുന്നവരെ നമുക്കൊന്ന്
ഇത്രയെണ്ണം കുറച്ചെണ്ണം അങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ നമ്മൾ. കുറച്ചെണ്ണം കൂടി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ മറിച്ചിട്ട് അവിടെയൊക്കെ ഇങ്ങനെ പൊടിയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് അതാ മുട്ടയൊക്കെ കുറച്ചായിട്ട് തീരുന്നുണ്ട്. നമുക്കതാ ഒന്ന് വെച്ച് പിന്നെ അങ്ങോട്ടൊന്ന് ഡെപ്പ് ഇങ്ങനെ ആക്കിയൊന്ന് ഇതാ അങ്ങനെ പോയി. ഇത്ര പണിയായിരുന്നു. സിമ്പിൾ ടാസ്ക്കാണ്. അതാ കുറേ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കുറേ ആയിപ്പോയതാണ് കേട്ടോ. നമുക്ക് അതിലേക്ക് ഇടാം. ഇതാ ഇടാം കേട്ടോ. സിമ്പിളായിട്ട് ഇട്ടെടുക്കാൻ പറ്റും കേട്ടോ. അത് രണ്ടെണ്ണമായിട്ടും ചെയ്യാം. കൈ പൊള്ളാം. കുറച്ചുകൂടി വലിയ ചിട്ടിയാണെങ്കിൽ മൂന്നെണ്ണമായിട്ട് നമ്മളിതാ നന്നായിട്ടും ഡെപ്പ് എടുക്കുന്നുണ്ട്. ഓയിലില്ലെങ്കിൽ ഇല്ലാത്തതുകൊണ്ടാണ് മൂന്നും നാലെണ്ണം വെച്ചും കൊണ്ടൊക്കെ ഇടാൻ ഞാൻ അതൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഇത് അങ്ങനെ വെച്ച് നോക്കാം. മുട്ടയില്ലല്ലോ. നമുക്ക് ആ സമയത്താണ് കുറേ എണ്ണം ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. തീ ഞാനത് കുറച്ച് വെച്ചില്ല. കുറച്ചൊന്ന് കൂട്ടി കൊടുക്കും. ചെറിയൊരു തീയിലാക്കി കൊടുത്താൽ വേഗം കരിഞ്ഞു പോകുന്നത്. ഫ്രൈമിലാണ് ആക്കി കൊടുക്കുന്നത്. ആ സമയത്തൊന്നും ഞാൻ നിൻ്റെ ബ്രേക്കിൽ കരിയാൻ പാടില്ല കേട്ടോ. തീരെ കരിഞ്ഞാൽ വെച്ചിട്ട് നല്ല മൊരിയുന്നതായ നല്ല ടേസ്റ്റാണ്. നമുക്കിഷ്ടമാണ് കേട്ടോ. നല്ലേ തിരിച്ചും മറിച്ചും ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എല്ലാം അതുകൊണ്ട് തന്നെ ആക്കി വെക്കാം കേട്ടോ. അപ്പോൾ അത് അടുത്തും കൂടി ഇടാൻ പോവാ കേട്ടോ. ഇങ്ങനെ കുറേ ലെയറായിട്ട് ഇങ്ങനെ എന്നാ തീർന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ ഇങ്ങനത്തെ പൊടികൾ വേണേൽ നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാനും പറ്റും കേട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോഴും ഫ്രിഡ്ജിൽ വെച്ച് ഇതൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ ഒരു ചെറിയൊരു കവറിലാക്കി വെച്ച് സൂക്ഷിക്കാം. ഞങ്ങൾ ഇങ്ങനത്തെ ഒക്കെ ബാക്കി ഉണ്ടെങ്കിൽ അങ്ങനെ വെക്കാറാ. നമുക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും സ്നാക്സിനൊക്കെ ഉപയോഗപ്പെടും കേട്ടോ. ഇതാ മുട്ട ഇത്രയുണ്ട് കേട്ടോ. ബാക്കി കുറച്ചേ ഉള്ളൂ. നമുക്കിതാ വേണമെങ്കിൽ ഇങ്ങനെ റൗണ്ട് ആക്കി കണ്ട് റെസിപ്പി ആക്കാം. അപ്പോൾ അതൊന്ന് വെന്ത് വരുന്നവരെ നമുക്ക് കാത്തിക്കാം. ഇതാ ഒന്ന് നമ്മളല്ലാണ്ട് ഇങ്ങനെ മുട്ട കുറേ ഉള്ളതുകൊണ്ട് ഒന്നും കൂടി നമ്മൾ ബ്രെഡ് എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഈ ബ്രെഡ് ഇല്ലാണ്ട് നമുക്ക് ബ്രെഡിൻ്റെ പൊടിയിൽ മുട്ട ആക്കി മിക്സ് ചെയ്തിട്ട് അങ്ങനെ വെക്കുന്ന ഇതുണ്ട് കേട്ടോ. അങ്ങനെയും ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് നമുക്ക് അങ്ങനെ ബാക്കിയില്ല, എന്നാലും നമുക്ക് ചെയ്ത് നോക്കാം. ഇതാ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇതൊന്ന് അതിലേക്ക് കൊടുക്കാം കേട്ടോ. ഇതിൽ അത്ര മുട്ട ഇല്ല. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒരു ഏലക്കായും കൂടിയൊക്കെ ഇട്ടിട്ട് നല്ല മധുരം ഉണ്ടാവും. ഒരു ടേസ്റ്റ് നിങ്ങൾ കണക്കിനുള്ള ആവശ്യത്തിനുള്ള ഇതിടാം കേട്ടോ. മധുരവും ഒക്കെ മുട്ടല്ലാത്തോണ്ട് നമ്മൾ റൗണ്ട് ആക്കി അഡ്ജസ്റ്റ് ചെയ്യും. റൗണ്ട് ആക്കിയിട്ടോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ റൗണ്ട് ആക്കി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിനി അപ്പോൾ കാശ് ഇതാ റൗണ്ട് ആക്കിയാൽ കണ്ടോ. ബ്രെഡ് കയറുന്നതുകൊണ്ട് നമ്മൾ ബ്രെഡിൻ്റെ പൊടിയും മുട്ടയും ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് അങ്ങനെ റൗണ്ട് ആക്കിയിട്ട് ഞാനതിങ്ങനെ പരത്തുന്നുണ്ട് ഗൈസ്. കരി കേട്ടോ വേഗം. അപ്പോൾ ഗൈസ് നമുക്കിനി ഇതൊക്കെ ഒന്ന് എടുത്തിട്ട് പിടിക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ജസ്റ്റ് നല്ല നല്ല കണ്ട നല്ല ക്രിസ്പി
ക്രിസ്പി ആയിട്ടുള്ളതാണ് കേട്ടോ. ടേസ്റ്റ് ചെയ്തൊക്കെ തന്നെ നല്ല ടേസ്റ്റാണ്. കണ്ടോ ഇതിൻ്റെ ഉള്ളെന്നെ കാണണം, കണ്ടോ നല്ല വെന്ത് വന്നിട്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക. പട്ടിയുടെ കണ്ണൂരെ ബൈ.